100% വിജയപ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ കാരണം നമ്മൾ ഓരോ ബൂത്ത് ഇപ്പം രാവിലെ എല്ലാ ബൂത്തുകളിലും ഒന്ന് സന്ദർശിച്ചു. അപ്പോൾ നല്ല പോളിംഗ് ഇപ്പോൾ നേരത്തെക്കാളും കുറച്ച് മെച്ചമാണ് നമ്മുടെ വാർഡിലൊക്കെ. അപ്പോൾ എല്ലാവരും കാരണം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, അതിൻ്റെ സൂചന തന്നെയാണ്. നമ്മൾ ഇലക്ഷൻ വർക്കിന് ഇറങ്ങിയപ്പോഴും എല്ലാവരും പറഞ്ഞു ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഞങ്ങളിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. അതെ പണ്ടൊക്കെ ഞങ്ങളുടെ കോർപ്പറേഷൻ ഇലക്ഷന് തന്നെ ഒരു വ്യക്തിക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ വാർഡിലുണ്ടെങ്കിൽ വേറൊരു പഞ്ചായത്തിലും മറ്റു വാർഡുകളിലുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രതീക്ഷ കൂടുകയാണ്. കാരണം കള്ള വോട്ടുകളുടെ ഇത് കുറയും. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ തന്നെ പലതവണ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അത് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സേഫ് സോൺ ആണെന്ന് തന്നെ പറയാം. വളരെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി പല മാറ്റങ്ങളും സംഭവിക്കാൻ സാധ്യതയെന്നാണ് പറയുന്നത്. എന്താണ്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ജനങ്ങളെല്ലാം കേരളത്തിലെ ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടിയാണ് ഈ ഒരു നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരുന്നു അതിൻ്റെ ആദ്യ പടി. അത് നമ്മൾ വിജയിച്ചു. ഇനി അടുത്ത് ബാക്കി ഫൈനൽസ് ഇതാണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ നല്ല ഭാരതീയ ജനതാ പാർട്ടി നല്ലൊരു മുന്നേറ്റം തന്നെ ഉണ്ടാകും. നഗരസഭയിലെ ഒരു മഹാവിജയം, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. നഗരസഭാ വിജയം നമുക്കൊരു സെമി ഫൈനലായിരുന്നു, ഇതാണ് ഫൈനൽ. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല മുന്നേറ്റം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം NDA സഖ്യം ഉണ്ടാക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. പാലക്കാട് ഉൾപ്പെടെ ചില വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കിറ്റ് വിവാദം ഉൾപ്പെടെയുണ്ട്. അത് BJPയുടെ വോട്ടിങ്ങിനെ ബാധിക്കുക എങ്ങനെയാണ്? അതിന്റെ വിശദീകരണമൊക്കെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായാലും അവിടുത്തെ സംസ്ഥാന ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു. അതെന്താണെന്നൊക്കെ തന്നെ അതൊരിക്കലും വോട്ടിങ്ങിനെ ബാധിക്കില്ല. കാരണം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് പല വിവാദങ്ങളും പല വിഷയങ്ങളൊക്കെ തന്നെ ഓരോ സ്ഥാനാർത്ഥിയും കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നത് സ്വാഭാവികമാണ്. അതൊന്നും നമ്മുടെ വോട്ടിങ്ങിനെ ബാധിക്കില്ല. നമ്മുടെ അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് നമുക്ക് മനസ്സിലായ കാര്യം തന്നെ. തീർച്ചയായിട്ടും അതൊരു വിഷയമേ അല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു. ഇത് ഇലക്ഷൻ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇതാണ്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ ഇലക്ഷൻ സമയത്തല്ല, അതിന് മുന്നേയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഇതുപോലെ പല വിവാദങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്പാടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞാണ് ഇത്രയും നല്ല വോട്ടിംഗ് ശതമാനം നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കി. ഈ വിവാദങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വളരെയധികം പുച്ഛത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു വിവാദങ്ങൾ വന്ന ശേഷം തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീടുകളിലൊക്കെ തന്നെ ഇറങ്ങുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, അവർ തന്നെ പറയുന്നു, ഞങ്ങളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളൊരു മാറ്റം കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഓരോ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. സീറ്റുകൾ നല്ല മുന്നേറ്റം ഉണ്ടാകും. ഞങ്ങൾ തിരുവനന്തപുരത്തെ 4 മണ്ഡലം, തിരുവനന്തപുരം ജില്ലയിലെ 4 നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ശക്തമായി ഞങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങിയപ്പോഴും അവർ പറയുന്നുണ്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അവരൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലമായാലും നേമം നിയോജക മണ്ഡലമായാലും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമായാലും കഴക്കൂട്ടം നിയോജക മണ്ഡലമായാലും ഒക്കെ തന്നെ നമ്മളുടെ MLA തന്നെ വരുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ശുഭപ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നത്. 22,000-ഓളം ലീഡ് നേടിയ ഒരു മണ്ഡലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണയും ഏകദേശം സമാനമായ തരത്തിൽ തന്നെയായിട്ടുണ്ട് മുന്നേറ്റം. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ SIR കുറേ പേർക്ക് വോട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം. അപ്പം നമ്മുടെയൊക്കെ ബൂത്തിൽ പല ബൂത്തുകളും 1200 വോട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ 890-ഉം 900 വോട്ടൊക്കെയാണ് പല സ്ഥലത്തുമുള്ളത്. അപ്പോൾ വോട്ട് പല സ്ഥലത്തും കുറവുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത്രത്തോളം പ്രതീക്ഷ, എന്നാലും നമ്മൾ നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം നേടി വിജയിക്കുക തന്നെ ചെയ്യും. അതെ, അതിനുള്ള അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പലരും വോട്ട് ചെയ്യാൻ മടിച്ച് പല സമയത്ത് ഈ ഇലക്ഷനല്ല മുമ്പ് പല ഇലക്ഷനും നമുക്ക് വോട്ട് ചെയ്യാൻ മടിച്ച് പലരും വീട്ടിൽ ഇരിക്കാറുണ്ട്, നമുക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവർക്കും താല്പര്യത്തോടു കൂടി തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സുഖമില്ലാത്തവരും ഒക്കെ തന്നെ നമ്മൾ പോയി കണ്ട് അവർ വരുന്നുണ്ട്. കാരണം അവർ തന്നെ നിങ്ങൾ വരേണ്ട കാര്യമില്ല, ഞങ്ങൾ വന്നോളാമെന്ന് പറഞ്ഞിട്ട് പലരും ഇങ്ങോട്ട് താല്പര്യപ്പെട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.